അപ്പോൾ നമ്മൾ പല കാര്യസാധ്യത്തിന് ദൈവത്തെ സമീപിക്കുന്നവരാണ് ഭൂരിഭാഗം. താൽക്കാലികമായി ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളിലുള്ളവരും ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കാര്യങ്ങൾ പരിഹരിക്കപ്പെടാൻ, നമ്മളുടെ തടസ്സങ്ങൾ മാറിക്കിട്ടാനാണ് എല്ലാവരും ദൈവത്തെ സമീപിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ദൈവത്തിനെ സമീപിക്കുമ്പോൾ കാര്യം നടക്കാണ്ടാകുമ്പോൾ ദൈവത്തോട് ദേഷ്യം വരുന്നു നമുക്ക്. ഇത് സ്വാഭാവികമാണ്. ഇനി നമ്മളെ പറ്റി ചിന്തിക്കുക. നമ്മളൊരു ഫോൺ കോൾ വരുന്നു, നമ്മുടെ സുഹൃത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ സുഹൃത്തോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു സുഹൃത്തിയോ ആരെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബന്ധുക്കളോ ആരെങ്കിലും നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ഓടി ചെന്ന് ഫോൺ എടുക്കുന്നു. ഫോൺ എടുക്കുമ്പോൾ ഈ വ്യക്തി എന്നെ വിളിച്ചല്ലോ, എന്നോട് സ്നേഹം കുശലാന്വേഷണം ചോദിക്കാനായിരിക്കും എന്ന് വിളിക്കാനായിട്ട് ഓടിച്ചെന്ന് ഫോൺ എടുക്കുമ്പോൾ ആ വ്യക്തി എന്ത് പറയുന്നു ഇടാ എന്നൊക്കെ പറഞ്ഞ് സംസാരം തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ആവശ്യം പറയുകയാണ്, എനിക്ക് ഇന്നൊരു ആവശ്യമുണ്ട്, അതാണ് ഞാൻ എന്നെ വിളിച്ചത്, ഇന്നൊരു ഒരു സഹായം ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അത് അത്യാവശ്യമായിട്ട് തോന്നുന്നില്ലെങ്കിൽ അവർക്ക് ഭൗതികമായ ഒരു സാധ്യം ആവശ്യമുണ്ട് എന്ന രീതിയിൽ അവർ വിളിക്കുമ്പോൾ നമ്മൾ എന്താണ് പറയുക? അവൻ അല്ലെങ്കിൽ അവൾ അവർക്ക് ഒരു കാര്യം നടക്കേണ്ട ആവശ്യത്തിനാണ് വിളിച്ചത്, അല്ലാതെ വേറെ അതിൽ കഴമ്പൊന്നുമില്ല എന്ന് മാനുഷികരായ നമ്മൾ ചിന്തിച്ചെങ്കിൽ ദൈവവും ചിന്തിക്കില്ലേ? നമ്മൾ ഓടിച്ചെന്ന് ദൈവത്തിനടുത്ത് ചെന്ന് ചില കാര്യങ്ങൾ പറയുമ്പോൾ ദൈവം കാര്യം നടത്തി തരുന്നില്ല. അപ്പോൾ നമുക്ക് ദൈവത്തോട് ദേഷ്യം വരുന്നു. അപ്പോൾ നമ്മൾ പറയുന്നു, കണ്ടോ ദൈവം എന്നെ മാനിക്കുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മൾ പോലും അങ്ങനെയല്ലേ? നമ്മൾ ഒരു സ്നേഹാന്വേഷണം ഒരാൾ വരുമ്പോൾ അവനൊരു ആവശ്യം പറയാതെ എന്നെ സ്നേഹിക്കണം എന്നല്ലേ അവനും അവളായാലും നമ്മൾ ചിന്തിക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അല്ലേ? നിങ്ങളെ ഒരു സ്നേഹത്തിന് വേണ്ടി നിങ്ങളുടെ ഒരു അന്വേഷണം, നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരാൾ വിളിച്ച് ഒരു കുശലാന്വേഷണം നടത്തി നിങ്ങളെ വെറുപ്പിക്കാതെ നിങ്ങൾ സന്തോഷത്തോടു കൂടി നിങ്ങളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്കൊരു സന്തോഷം നൽകുന്ന ഒരു വ്യക്തിനെയല്ലേ നിങ്ങളുടെ മനസ്സാഗ്രഹിക്കുന്നത് സ്നേഹം എന്ന് പറയുന്നത്. അല്ലാതെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം വിളിക്കുക, അത് കഴിഞ്ഞൊരു 4-5 മാസം കഴിഞ്ഞ് വിളിക്കുന്നില്ല, പിന്നെ 4 മാസം കഴിയുമ്പോൾ പിന്നെ ജസ്റ്റ് വിളിച്ച് ഇന്നൊരു കാര്യത്തിനാട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് അവർ നമ്മളെ കബളിപ്പിക്കുകയാണ് എന്ന് നമ്മൾ ചിന്തിക്കില്ലേ? ഇതുപോലെ തന്നെ ദൈവവും ചിന്തിക്കും. കാരണം നമ്മളൊരു ആവശ്യത്തിന് വന്നു, അത് കഴിഞ്ഞ് പിന്നെ നൊവേനയോ അല്ലെങ്കിൽ നൊയമ്പോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഫാസ്റ്റിംഗ് പ്രെയറൊക്കെ കാര്യം നടത്തി കഴിഞ്ഞ് പിന്നെ ദൈവത്തോട് തീഷ്ണ വരുന്ന അടുത്തൊരു ആവശ്യം വരുമ്പോഴാണ്. അങ്ങനെ ദൈവത്തെ കബളിപ്പിക്കാതിരിക്കുക. നിങ്ങൾ ജെന്യുവിനായിട്ട് ദൈവവും നിങ്ങളെ എന്താ പറയുക, നിങ്ങളെ ചതിയന്മാരാണ് അല്ലെങ്കിൽ കാര്യസാധ്യത്തിന് വേണ്ടി വരുന്നവരാണ് എന്ന് ദൈവത്തിന് തോന്നിക്കാത്ത വിധത്തിൽ ദൈവത്തോടൊപ്പം ദൈവത്തിൻ്റെ സ്നേഹാന്വേഷണങ്ങളിലും സ്നേഹ ചൂടിലും ഒക്കെ നിങ്ങൾ ഇരുന്നു കൊടുക്കണം. പലപ്പോഴും ദൈവത്തിൽ വസിക്കണം എന്ന് ദൈവം പറയുന്നതായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ ആവശ്യത്തിന് അല്ലാതെ ദൈവത്തോടൊപ്പം ഇരിക്കുക, ദൈവത്തോട് സ്നേഹം പങ്കിടുക. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കും. ആമേൻ.